I don't feel like explaining because I don't know explanation to anybody. Do I look like I don't give a fuck? Because actually I don't. ഈ റിയാസ് സലീം എന്തിനാണെന്ന് അറിയാം മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്ന 15 വയസ്സിന് ശേഷമുള്ള കേരളത്തിലെ കുട്ടികളൊക്കെ മഹാതെണ്ടികളാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നാട്ടുകാർ പിടിച്ച് ഭിത്തിയിലൊട്ടിച്ചു. അതിനുശേഷം വന്നിട്ട് റിയാക്ഷനായിട്ട് ഗോഷ്ടി കാണിക്കുന്ന റിയാസ് സലീമിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ പുരോഗമനവാദിയാണ്, സ്ത്രീപക്ഷവാദിയാണെന്നൊക്കെ റിയാസ് സലീമിനെ പിടിച്ച് തലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന കാണാം. അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നാന്തര ഇരട്ടത്താപ്പുകാരനാണ് റിയാസ് സലീം. നെറ്റിയിൽ പുരോഗമനവും സ്ത്രീപക്ഷവും ഒക്കെ ഒട്ടിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ വെർബൽ റേപ്പ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വലിച്ചെറിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് റിയാസ് സലീം. വെറുതെ ഒന്നും പറയല്ല, ഞാൻ തെളിവ് സഹിതം പറയാം. ഇനി കേരളത്തിലെ കുട്ടികളെ പറ്റിയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്തെ എന്ത് ജഡ്ജ്മെൻ്റ് ആണ് റിയാസ് സലീം നീ ചെയ്യുന്നത്? കേരളത്തിലെ കുട്ടികളെ പറ്റി യഥാർത്ഥത്തിൽ റിയാസ് സലീമിനെ അങ്ങോട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഈ മുഖത്ത് ചാന്തും പൗഡറും ഒക്കെ ഇട്ട് റീൽസ് ഇടുന്ന പരിപാടിക്കപ്പുറം കുറേ കുട്ടികൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. ടൈൽസ് പണിക്കും, വീടിൻ്റെ കോൺക്രീറ്റ് പണിക്കും, വിളമ്പാനും, പ്ലേറ്റ് കഴുകിയും, സ്വിഗ്ഗിയിൽ പോയിട്ട് നനഞ്ഞും വിയർത്തുമൊക്കെ വണ്ടിയിൽ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് പൈസ പോക്കറ്റ് കയറ്റി വീട്ടിൽ കൊണ്ട് ചിലവിന് കൊടുക്കുന്ന കുട്ടികളൊന്നും റിയാസ് സലീമ കണ്ടിട്ടില്ല. റിയാസ് സലീമ കണ്ടിട്ടുള്ളത് ഉപ്പാൻ്റെ ഉമ്മയുടെയും പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ചാന്തും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇട്ട് റീൽസ് ഇട്ട് നടക്കുന്ന ആൾക്കാരെ റിയാസ് സലീമ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ റിയാസ് സലീമിനുണ്ട്. പിന്നെ പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സ്ത്രീപക്ഷം എന്നൊക്കെ പറയാൻ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് റിയാസ് സലീം കാണിച്ച ഒരു കലാപരിപാടി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആക്ടറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അഹാനയുടെ അച്ഛനാണ്, ആക്ട്രസ് അഹാനയുടെ അച്ഛനാണ് നടനായിട്ടുള്ള കൃഷ്ണകുമാർ. അന്ന് കൃഷ്ണകുമാർ തെറ്റായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, കുഴി ഊത്തി ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള രീതി തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഒരു എതിരഭിപ്രായം എനിക്ക് അതിലെത്തില്ല. പക്ഷെ റിയാസ് സലീം ചെയ്ത കലാപരിപാടി എന്താ നിങ്ങൾക്കറിയാം? നമ്മളൊരാൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മളെന്താ ചെയ്യുന്നത്? ആ വ്യക്തിയെ വിമർശിക്കും. അതല്ലാതെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും നമ്മൾ പോകാറില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒന്നും നമുക്കില്ല. റിയാസ് സലീം ചെയ്തത് കുടുംബത്തിൽ കയറി കളിക്കുന്ന കലാപരിപാടിയാണ്. ആ പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു കമന്റ് ഇടാൻ വേണ്ടി. റിയാസ് സലീമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയുടെ മുഴുവൻ വെറുപ്പാണ്. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പേരൊക്കെ ഇട്ട് റിയാസ് സലീമിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെ വിളിക്കുന്ന ആൾക്കാരൊന്നും അല്ല റിയാസ് സലീം. വ്യക്തി ചെയ്ത തെറ്റിന് ഫാമിലിയെ പിടിച്ച് വലിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ എറിഞ്ഞു കൊടുത്തിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊന്നുമല്ല. കൃഷ്ണകുമാർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതിനകത്ത് തെറ്റാണെന്ന് പറയാൻ റിയാസിനും എനിക്കും അവകാശമുണ്ട്. പക്ഷെ ഫാമിലിയിൽ കയറി കളിക്കാനുള്ള അവകാശമൊന്നും റിയാസ് സലീമിനില്ല. റിയാസ് സലീമിന്റെ പ്രശ്നം കൃഷ്ണകുമാർ ഒന്നുമല്ല, ആ ഫാമിലിയാണെന്ന് കൃത്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അന്ന് റിയാസ് സലീമിന്റെ കുരുപൊട്ടൽ കാണുമ്പോൾ. റിയാസ് സലീം അഹാനെ പിടിച്ച് സ്റ്റോറി മെൻഷൻ ചെയ്യുന്നു, ഇളയ പെൺകുട്ടിയെ പിടിച്ച് സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നു. അതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇളയ പെൺകുട്ടി ഒരു വ്ലോഗ് ചെയ്തപ്പോൾ അതിനകത്ത് ഗുണ്ട എന്നാണ് പറഞ്ഞത്. റിയാസ് സലീം കേട്ടത് കുണ്ടൻ എന്നാണ്. ആരുടെ കുഴപ്പം? റിയാസ് സലീമിൻ്റെ കുഴപ്പം. ആ പെൺകുട്ടികളെയും കൂടെ പഠിച്ച പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ സ്റ്റോറിയിലേക്ക് മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുന്നു റിയാസ് സലീം. എന്നിട്ട് ആൾക്കാർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് വെർബൽ റേപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു വ്യക്തി അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട്, കുണ്ടൻ എന്നല്ല ഗുണ്ട എന്നാണ് വിളിച്ചത് ആ വ്ലോഗിൽ ആ പെൺകുട്ടി പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ക്ഷമ പോലും പറയാത്ത ഒരു വ്യക്തി, ഇരട്ടത്താപ്പൻ. നമ്മൾ ഈ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ പറയാന്ന് പറഞ്ഞാൽ മനുഷ്യന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൃഗങ്ങൾ ക്ഷമ പറയാറില്ല, മനുഷ്യൻ പറയും. തെറ്റാണെന്നുണ്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണെന്ന് പറയും. ഏത് പുരോഗമനവാദിയാണോന്നോ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദിയാണോന്നോ ഒരു നിർബന്ധമൊന്നുമില്ല. ഫെമിനിസ്റ്റ് എന്ന് ബയോയിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിച്ച് മാപ്പ് ചോദിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതൊന്നും അല്ലാതെ പുരോഗമനം, ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ പിടിച്ച് വെർബൽ റേപ്പ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ എറിഞ്ഞു കൊടുത്തിട്ട് അത് ആരുടെ തെറ്റ്? സ്വയം കേട്ടതിൻ്റെ തെറ്റിൻ്റെ പേരിൽ എറിഞ്ഞു കൊടുത്തിട്ട് മാപ്പ് പോലും പറയാതെ ഇളിച്ചുകൊണ്ടിരുന്നവനൊക്കെ വന്നിട്ട് പുരോഗമനവാദി എന്ന് പറയുന്നത്. ഇപ്പം കുട്ടികളെ ജഡ്ജ് ചെയ്യുന്നത് 15 വയസ്സിന് ശേഷമുള്ള കുട്ടികളൊക്കെ കേരളത്തിലെ തെണ്ടികളാണെന്ന് പറയുന്നത്. എൻ്റെ പൊന്നു മോനെ, നിൻ്റെ ഇരട്ടത്താപ്പൊന്നും കേരളത്തിൽ നടക്കത്തില്ല. ബിഗ് ബോസ് ഷോയിൽ അന്ന് റോബിൻ്റെ പേരിൽ എൻ്റെ നൈസായിട്ട് എൻ്റെ ഇടയിലൂടെ ഫേമസ് ആയി വന്നവനാണ് റിയാസ് സലീം. ഇപ്പം റിയാസ് സലീമിന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട് പരമ പുച്ഛം. ഈ റിയാസ് സലീം ഒന്ന് ബിഗ് ബോസിൽ കയറുന്ന എങ്ങനെയാണെന്നറിയോ? ഡെവറോളി എന്ന് പറഞ്ഞ ഒരാൾ തിരിച്ചൊന്ന് തെറി വിളിച്ചപ്പോഴാണ് അത്യാവശ്യം ആൾക്കാർ അറിയുന്നത് റിയാസ് സലീമിന്. അങ്ങനെയാണ് ബിഗ് ബോസ് ഷോയിൽ അവസരം തന്നെ കിട്ടുന്നത്. ഇതുപോലെ ഒരു റൂമിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അന്ന് ഡെവറോളി മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് അന്ന് അങ്ങേര് വിളിച്ച് അന്ന് ഡെവറോളി ഫേമസ് ആണ്, പുള്ളി വിളിച്ച് തിരിച്ച് തെറി വിളിച്ച് അങ്ങനെ ഫേമസ് ആയി ബിഗ് ബോസിൽ പോയി പുറത്തുനിന്ന് പുരോഗമനം പറയുന്ന ഫേക്ക് പുരോഗമനവാദിയാണ് റിയാസ് സലീം. എൻ്റെ മുഖം മൂടി ഓരോ ദിവസം കഴിയുമ്പം വലിച്ചു കീറി ഒട്ടിച്ചു തരുന്നുണ്ട്.